പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാതത്തിൽ എനിക്ക് നൽകിയ ഒരു വലിയൊരു വചനമുണ്ട്. ആ വചനം വായിക്കുകയാണ്. വായിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഈശോ തരുന്ന കേട്ടോ. വചനം ഒരുങ്ങുന്നല്ല, പരിശുദ്ധാത്മാവ് തരുന്ന നിങ്ങൾക്കറിയാം. കർത്താവ് തരുന്നതാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കുമായിട്ട് തരുന്ന വചനമാണ്. ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥിച്ചോണം. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനമാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണെങ്കിലും പരിശുദ്ധാത്മാവ് അതിലൂടെ ഒരു പുതിയൊരു അഭിഷേകം നമുക്ക് തരാൻ പോകണം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല. സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്തു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ടയിന്മേൽ അടയിരിക്കുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല. അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ്. അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു. നിരപരാധികളുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു. അവർ അകൃത്യം നനയ്ക്കുന്നു. ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ. സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. അവരുടെ വഴികളിൽ നീതി അവശേഷമില്ല. അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല. സ്വരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിന്റെ ഈ വചനത്തിന്റെ തലക്കെട്ട് രക്ഷയ്ക്ക് തടസ്സം എന്നാണ്. രക്ഷയ്ക്ക് തടസ്സം. ഒരാളുടെ ജീവിതത്തില്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഒഴുകി വരുന്നതിന് തടസ്സങ്ങൾ എന്ത് എന്നാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എന്തുകൊണ്ട് ദൈവജനത്തിന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ദൈവജനത്തിന് ജീവിത വിശുദ്ധിയിൽ വളരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ജനം നിലവിളിച്ചിട്ടും പല ചോദ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടുന്നില്ല? എന്തുകൊണ്ട് പല കുടുംബങ്ങൾക്ക് നാശത്തിന് മേൽ നാശം കയറി വരുന്നു? അനർത്ഥങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഒരു തുള്ളി പോലും അനർത്ഥങ്ങൾ കുറയുന്നില്ല. എന്താണ് ഇതിങ്ങനെയായിത്തീരാൻ കാരണം? ഒരു കാര്യം ഉറപ്പ്, എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിന്റെയും ആത്മീയ തകർച്ചയാകട്ടെ, ഭൗതിക തകർച്ചയാകട്ടെ, കുടുംബ തകർച്ചയാകട്ടെ, അവിടുത്തെ മകന്റെ തകർച്ചയാകട്ടെ, മകളുടെ തകർച്ചയാകട്ടെ, അപ്പന്റെ തകർച്ചയാകട്ടെ, അമ്മയുടെ തകർച്ചയാകട്ടെ, രോഗമാകട്ടെ, കെടുതികളാകട്ടെ, അപകടങ്ങളാകട്ടെ, അനർത്ഥങ്ങളാകട്ടെ, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒന്നുകിൽ പരസ്യമായൊരു കാരണം, അല്ലെങ്കിൽ രഹസ്യമായൊരു കാരണമുണ്ട്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. തീയിൽ നിന്ന് പുകയുണ്ടാകും. പുക കാണുമ്പോൾ അതിന് പേര് തീയുണ്ട്. തീ കത്താതെ അവിടെ പുക പൊങ്ങത്തില്ല. ആ കുടുംബത്തില് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പിന്നിൽ ഒരു തീയുണ്ട്, ഒരു തിന്മ പ്രവർത്തിക്ക് എന്തോടുണ്ട്, ഒരു അനർത്ഥമുണ്ട്. ചില ജീവിതങ്ങൾ എവിടെ ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളോ, എങ്ങോട്ടിറങ്ങിയാലും ഏത് കാര്യത്തിനും മുഴുവൻ ബ്ലോക്ക് അല്ലെങ്കിൽ ബന്ധനം. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ആരും ഗവനിക്കുന്നില്ല. ആ കാരണമാണ് പ്രശ്നം. എവിടെയാണ് പ്രശ്നം? ആത്മീയ തകർച്ചയാണെങ്കിൽ ശരി, ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ നാളെ ദൈവത്തിന് അകലുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുണ്ട് ഒരു വ്യക്തമായ വ്യക്തിപരമായ കാരണം. ഇതിന്റെ കാരണക്കാര് നാട്ടുകാരോ കുടുംബക്കാരോ ബന്ധുക്കളോ അച്ഛന്മാരോ പള്ളിക്കാരോ ഒന്നുമല്ല. സംഭവം സ്വന്തം ജീവിതത്തിൽ ആ വ്യക്തി എടുത്തിരിക്കുന്ന ദൈവവചന വിരുദ്ധമായ ഏതോ ഒരു തീരുമാനമുണ്ട്. ഏതോ ഒരു തീരുമാനം ഏതോ ഒരു സമയത്ത് ആരുടെ
ആരുടെയോ മുമ്പിൽ വെച്ച്, ഏതോ സുഖങ്ങളുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തി എടുത്തൊരു തീരുമാനമുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി നീ കണ്ടുപിടിക്കുക. ഇതിനുവേണ്ടി കൗൺസിലേഴ്സിന്റെ പുറകെ നടക്കുമ്പോൾ നല്ലതാ ഒക്കെ കണ്ടുപിടിക്കാൻ അവർ നിങ്ങളെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കും. അതിലുപരിയായിട്ട് എനിക്ക് പറയാനൊരു കാരണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാ. ഏത് കാരണത്താലാണ് ഞാനും എന്റെ കുടുംബവും ഇന്ന് അധപ്പതിച്ചതിന്റെ പിന്നിലെ കാര്യകാരണം ഒന്നെങ്കിൽ അപ്പന്റെ പിടിവാശിയുടെ പൈശാചിക ബന്ധനം, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ അവിഹിത ഹോസ്യാഞ്ചനാലിന്റെ വ്യഭിചാരത്തിന്റെ സ്വയംഭോഗത്തിന്റെ സ്വവർഗരതികളുടെ ദുഷ്ടവിശ്വാസ്, അല്ലെങ്കിൽ രാമാലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ പറയുന്ന വചനത്തിന്റെ പിന്നിലുള്ള മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന, വിമർശിക്കുന്ന, വിധിക്കുന്ന, കുറ്റം പറയുന്ന, മറ്റൊരുത്തിനെ തകർക്കുന്ന, തരിപ്പണമാക്കുന്ന ചില പ്രവർത്തനങ്ങൾ, രഹസ്യ അജണ്ടകള്, ഇതൊക്കെ കാരണങ്ങളാകാൻ സാധ്യതയേറെയുണ്ട്. ചിലപ്പോ അന്ധവിശ്വാസത്തിന്റെ വഴികള് ഏകസത്യ ദൈവമായ പിതാവായ ദൈവത്തെ അവിടുത്തെ പ്രിയപുത്രനായ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിത രീതികള്, സത്യസഭയിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടുള്ള സ്വന്തമായ താല്പര്യങ്ങളോട് പോകുന്ന വഴികള്, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ വഴികൾ കാണാൻ മക്കളെ നമ്മുടെ ഇന്നത്തെ പലരുടെയും കുടുംബങ്ങളിലെ വ്യക്തിപരമായ ജീവിതങ്ങളിലെ തകർച്ച. ഒരു കൊച്ചുകുട്ടി പോലും വന്ന് ആ കുഞ്ഞിന് പോലും പ്രശ്നമുണ്ടെന്ന് അപ്പനമ്മയും പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അതിന്റെ പിന്നിലുമുണ്ട് ഒരു കാരണമുണ്ട്, വ്യക്തമായൊരു കാരണമുണ്ട്. ഈ കുഞ്ഞിന്നിങ്ങനെ ഉള്ള വൃത്തികേടെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ അതിന്റെ പിന്നിലൊരു വ്യക്തമായ കാരണമുണ്ട്. അതെവിടെ ആ കാരണം കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ വ്യക്തിപരമായ കാരണമുണ്ട്, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിന്റെ കാരണമുണ്ട്, പ്രാർത്ഥനയില്ലാത്ത കുടുംബമുണ്ട്, സാമ്പത്തികം, ചില വളരെ ഉയർന്നു പോയ കുടുംബങ്ങള്, അത് ഉയർന്നു പാപത്തിന്റെ വഴിയിൽ ജീവിച്ചിട്ടും ഭയങ്കരമായ വളർച്ച കിട്ടുന്ന ചില കുടുംബങ്ങളുണ്ട്. അത് ഉയർന്ന ചരിത്രമുണ്ട്. പക്ഷെ ഉയർന്നിട്ട് മുകളിൽ താഴോട്ട് വീഴുമ്പോഴും അതിന്റെ പിന്നൊരു കാരണമുണ്ട്, വ്യക്തമായൊരു കാരണമുണ്ട്. അല്ലാണ്ട് ഒന്നും വെറുതെ നടക്കാറില്ല, ഒന്നും അറിയാണ്ട് സംഭവിക്കുന്നില്ല. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു അറിവോടുകൂടിയ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എന്താണെന്ന് നീ ഇന്ന് കണ്ടുപിടിച്ച് നീ അടുത്ത ദിവസം തന്നെ നീ നടത്തേണ്ട ഒരു നല്ല കുമ്പസാരമുണ്ട്. അതിന്റെ ഇടവപ്പള്ളിയിൽ പോയിട്ട് ഒരു നല്ല കുമ്പസാരം നടത്തി ആ മേഖലയിൽ നീ ദൈവത്തോട് നീ കൈണ് കൊടുത്ത് പാപ്പ പറയാ, ആർക്കെതിരെയാണോ നീ കരമുയർത്തിയത്, ആർക്കെതിരെയാണോ നീ വാക്കുയർത്തിയത്, ആ വ്യക്തിയുടെ കാലിൽ വീണ് നീ മാപ്പ് പറഞ്ഞ് നീ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ. അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തിന്റെ അടിത്തറയില് ആഴമേറിയ മാനസാന്തര കയറ്, അല്ലെങ്കിൽ ഇനിയും നിനക്ക് അപകടങ്ങൾ വരും. നിന്റെ ഈ പാപത്തിന്റെ മേഖലകളോട് ഈ തടസ്സങ്ങൾ നീ മാറ്റിയില്ലെങ്കിൽ, തിന്മകൾ മാറ്റിയില്ലെങ്കിൽ, എന്റെ മകനെ, എന്റെ മകളെ, നീ ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയാലും ഏത് കൺവെൻഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല, നീ മുന്നോട്ട് പോകുകയില്ല, നീ മുന്നോട്ട് പോകില്ല. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങൾക്ക് പരസ്യമായിട്ട് പ്രതിഫലം നൽകുമെന്നല്ലേ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ദൈവം നിനക്ക് പരസ്യമായിട്ട് പ്രതിഫലം തരുമെന്നാണ് തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, പരസ്യമായിട്ട് ദൈവം അനുഗ്രഹത്തിൽ തീർച്ചയായിട്ടും തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഏതൊരു സംഭവങ്ങളുടെ പിന്നിലും ഒരു കാരണമുണ്ട്, വ്യക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ അതെടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവെ സ്തുതിക്കുന്ന പോരാ, ആരാധന ആരാധന പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:9-10 നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗങ്ങൾ നിഴൽ മൂടിയിരിക്കുന്നു. അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പിത്തടയുന്നു. അരണ്ട വെളിച്ചത്തിലെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടർന്ന് പറയുക. ഇതൊരു വചനം. നീതി ഞങ്ങൾക്ക് വിദൂരത്താ. ഒരിടത്തും ചെന്നിട്ട് ഇസ്രായേൽ ജനത്തിന് നടപ്പില്ല, നീതി കിട്ടുന്നില്ല. രാജാവിന്റെ അടുത്ത് നീതി കിട്ടുന്നില്ല. നേരായ കാര്യമായിട്ട് ചെല്ലുന്നത്, പക്ഷേ തടസ്സം എല്ലാം കറക്റ്റായിട്ട് ചെല്ലുന്നത്, പക്ഷെ എല്ലാം തടസ്സം, നീതി ലഭിക്കുന്നില്ല. 2 ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളുടെ സത്യസന്ധത പറഞ്ഞിട്ട് പോലും ആരും അത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവെച്ചിട്ട് പോലും ആരും
ഞങ്ങളത് ഗ്രഹിക്കുന്നില്ല. എന്താ കാരണം പറഞ്ഞുകൂടാ. വീണ്ടും പറയും, ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം മാത്രം. ഞങ്ങൾ പ്രകാശം തേടുന്നു, എങ്ങും അന്ധകാരം മാത്രം. അന്ധകാരത്തിന്റെ തിന്മയുടെ ശക്തികൾ ഞങ്ങളെ വേട്ടയാടുന്നു. കർത്താവിന്റെ വലിയ ശക്തമായ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഈ സമയത്ത് ബന്ധനം കഴിഞ്ഞു പോകാൻ വേണ്ടി, കെട്ടഴിഞ്ഞു പോകാൻ വേണ്ടി, അന്ധകാര ശക്തിയിൽ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ കൃപയൊടുക്കട്ടെ, 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 അഭിഷേകം എടുക്കട്ടെ, അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഉച്ചത്തിലെ